ഇത് രാവിലെയൊക്കെ നടക്കാൻ പറ്റും നല്ലൊരു പുൽത്തകിടി. ഇനി എൻ്റർടൈൻമെൻറ്റിനാ ഇതേ ഒരു പ്രൈവറ്റ് തിയേറ്റർ കണ്ട, എന്താ ഒരു ലുക്ക് നോക്കി. ഇനി നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലാ ഇതേ ഒരു മൾട്ടി ജിമ്മ് കണ്ട. ഇനി നമുക്കിനി എൻ്റർടൈൻമെൻറ്റ് വേറെയും ഉണ്ട്. ഇതേ ഒരു കോർട്ട് കണ്ട, നല്ലൊരു കോർട്ട് ഇവിടെ ഉണ്ട്. അതുകൂടാണ്ട് ഇതേ മുകളിലൊരു ചെറിയ കോർട്ട് വേറെ ഉണ്ട്. ഇനി നീന്തി കുളിക്കണം. അതായത് നീന്തൽ നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നീന്താൻ വേണ്ടി ഇതേ ഒരു നീന്തൽ കുളം എങ്ങനെയാണ് നോക്കി. അവിടെ നിന്ന് നമുക്ക് കുളിക്കാനുള്ളൊരു ഇതൊക്കെ നീന്തിക്കുളി കഴിഞ്ഞിട്ടേ കണ്ട, അവിടെയാണ് നമ്മളത് ഈ കാണുന്ന 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഫുൾ ഫർണിഷ്ഡ് വീട്. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക. ഇത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇല്ലട്ടെ ഇതിന്. ന്യായമായൊരു വില ചോദിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽ പറയാം. കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വിശാലമായൊരു ഏരിയയാണ്. നിങ്ങൾ കണ്ടോട്ടാ, എല്ലാം കൊണ്ടും നല്ല പുത്തുപുത്തം പോലെ ഇരിക്കുന്ന സെറ്റപ്പാണ്. നിങ്ങളിങ്ങോട്ട് വരാ, അത് നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് വെച്ചു, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളുടെ ടി വി ഏരിയയാണ് ഇപ്പോൾ ഈ കണ്ടത്. ലിവിങ് ഏരിയയും ടി വി ഏരിയയും. ഇതിവിടെ അല്ലാതെ ഒരു സ്പേസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ ഡൈനിങ് ഏരിയ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഫുൾ ഫർണിഷ്ഡ് വീടാണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതേ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. ഇതിൻ്റെ ഒരു വൃത്തിയും ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു അറേഞ്ചിങ് ഒക്കെ കണ്ടോട്ടെ നിങ്ങൾ. ഇതേ കിച്ചൺ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തേക്കണം. എന്താ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ. ഫ്രിഡ്ജ് ഇതേ സെക്കൻഡ് കിച്ചൺ. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സെക്കൻഡ് കിച്ചനും മെയിൻ കിച്ചനും. ഇനി 2 ബെഡ്റൂം താഴെ വാഷ് കൗണ്ടർ. ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു അറേഞ്ചിങ് ഒക്കെ നോക്കിക്കോട്ടെ. എല്ലാ റൂമും എ സിയാണ്. അത് പ്രത്യേകം പറയണ്ട, ഹാള് വരെ എല്ലായിടത്തും എ സിയാണ്. അതിൻ്റെ കബോർഡ്, ഡ്രസ്സിങ് കബോർഡ് കാര്യങ്ങളാണ് ആ കാണുന്നത്. ഒക്കെ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേ 2ാമത്തെ ബെഡ്റൂം. എല്ലാവരും നല്ല പുത്തുപുത്തം പോലെ ഇരിക്കണം ഇപ്പോഴും. കാരണം ഈ വീടിന് അധികം പഴക്കൂല. അത് കാരണം ഇപ്പോഴും ഇതുപോലെ പുതുപുത്തനായിട്ടിരിക്കണം. എല്ലാത്തിനും ഡ്രസ്സിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ടോ. എല്ലാത്തിനും ഈ സൈഡിൽ 2ാമത്തിന് ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. തടിയിൽ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ലപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തത്. അതിൻ്റെ ഗ്രിപ്പുള്ള ഗ്രാനൈറ്റില്ലേ. മുകളിലോട്ടാൻ കയറി വരുമ്പോൾ തന്നെ വിശാലമായൊരു ഹാള് കണ്ട. ഇനി ഇവിടെയും ഒരു ടി വി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ പോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടേക്കാണ്. നമുക്ക് കണ്ട അവിടെ എ സി കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂമിൽ മാത്രമല്ല ഫുള്ള് എല്ലായിടത്തും ഫിറ്റ് ചെയ്തേക്കാണ്. ഇവിടെ ഒരു ടി വിയും കൂടിയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഓക്കെ. അപ്പോൾ നമുക്ക് പ്രൈവസി ആയിട്ടിരുന്ന് കാണണമെങ്കിലേ അവിടെ ഇരുന്ന് കാണാം. ഇപ്പോൾ താഴത്തെ ആരെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് മുകളിൽ ഇരുന്ന് കാണാം. എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ. ഇത് ലൈറ്റാണ്ട്, അതിൽ ഇട്ടിട്ടില്ല. അത് ഇനി നമുക്ക് പിന്നെ ബെഡ്റൂം കാണാം. മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം. റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. ഒരൊറ്റ റൂം പോലും ചെറുതൊന്നുമില്ല. ഇത് അതിൻ്റെ ബാത്റൂം. കാരണം ഇത് ഇപ്പോഴും അതുപോലെ സൂക്ഷിക്കുന്ന ഒരു വീടാണ്. പുത്തം പോലെ തന്നെ ഇരിക്കുന്ന ഇപ്പോഴും. അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ, ഡ്രസ് കബോർഡൊക്കെയാണ് കാണണം. അതിന് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതെല്ലാം ഇടാഞ്ഞാണ്. അതിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണ് കാണുന്നത്. ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളും. ഇതിന് വുഡൻ ഫിനിഷിങ് അവിടെ തന്നെ ഫ്ലോറ്.
അല്ല എല്ലാം നല്ല എന്താ പറയുക ഗ്രാൻഡാണ്. പിന്നെ ഇതിൻ്റെ ബാത്റൂം ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാവില്ല, ഈ കബോർഡിൻ്റെ അകത്താണ് ബാത്റൂം. കാരണം പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ ബാത്റൂം ഉണ്ടെന്ന്. ഇത് നിങ്ങളെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ ഒരു ഇതിൽ സെറ്റ് ചെയ്തേക്കണം. ഇനി നമ്മൾ നേരെ ഈ കബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ബാത്റൂം ഉണ്ടോ. ഇത് ബാത്റൂം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ഇവിടെ ഒരു ബാത്റൂം ഉണ്ടെന്ന്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ആലുവയുണ്ട. ഈ വീടിന് കുറച്ച് പ്രത്യേകതകളും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഓപ്പൺ ഏരിയ ഇവിടെയാണ് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഉള്ളൊരു ഏരിയയാണിത്. ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വാഷിംഗ് മെഷീൻ, വേസ്റ്റ് വാട്ടർ പോണ പൈപ്പ്, ഇത് നമ്മൾ വെള്ളം വന്നത്, പവർ പ്ലഗ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. ഇതേ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ ആണ്. അവിടെ സോളാറൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ. പിന്നെ വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ടാവും. ഞാൻ മുകളിലോട്ട് കയറിയില്ല, അതാണ്. പിന്നെ ഇതിൻ്റെ ബാൽക്കണി എൻ്റെ അങ്ങോട്ട് തുറന്നാൽ ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രത്യേകത ഉള്ള, ഞാനത് എല്ലാവരും നല്ല വ്യക്തമായിട്ട് കാണിച്ചു തരേണ്ടത് നിങ്ങളെ. കാരണം ഇത് കാണാനുണ്ട്. എൻ്റെ ബാൽക്കണി നല്ല ലുക്കാണ്. ഇഷ്ടം പോലെ വില്ലാണ്. ഇതിനകത്ത് ഒരെണ്ണം പോലും ഇല്ല കേട്ടോ. എല്ലാം വിറ്റ് പോയതാണ്. ഇത് ഒരെണ്ണം ഉള്ളു, ബാക്കി എല്ലാ വില്ലയും വിറ്റ് പോയതാണ്. കാരണം ഇത് വാട്ടർ ഫ്രണ്ടേജ്. പക്ഷെ പേടിക്കണ്ട കേട്ടാ, വില്ലയ്ക്ക് 2 കോടി രൂപ ഇൻഷുറൻസ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇവിടെ വെള്ളം കയറിയപ്പോൾ പോലും ഒരുപാട് വെള്ളം കയറിയില്ല. ഒരു കസേരയുടെ ഹൈറ്റിലുള്ള വെള്ളം കയറിയുള്ളൂ. വീടിൻ്റെ അകത്തല്ല കേട്ടോ മൊത്തത്തിൽ ഉള്ള ഹൈറ്റ്. അങ്ങനെ 2 സ്റ്റെപ്പും കഴിഞ്ഞ് കുറച്ചും കൂടി വെള്ളം കയറിയുള്ളൂ. അവിടെ ലൈനുണ്ട്, ആ ലൈൻ്റെ അവിടം വരെ വെള്ളം കയറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറിയില്ല. അപ്പോൾ 18 മാത്രം. കാരണം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറിന് നല്ല വീതിയുള്ളതാണ്. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകിപ്പോയി. കാരണം ഒരുപാട് വെള്ളം കയറാത്തൊരു ഏരിയയാണ്. ഇപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അത്. കാരണം ഇവിടെയൊക്കെ നടക്കാനും എല്ലാത്തിനും ഒരുപാട് സൗകര്യമുള്ളതാണ്. കാരണം ഇപ്പോഴും കണ്ട എന്ത് കാരണം ഇതിൻ്റെ അകത്ത് ഒരു വില്ല പോലും ഇനി ബാലൻസ് ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കൊള്ളാം ഇതിൻ്റെ ഒരു പവർ. ഇതുണ്ട, ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് വൈകിട്ട് കയറി ഇരിക്കുക. എന്താ ഇവിടെയൊക്കെ നടക്കുക. ഇത് മൊത്തം 4.25 ഏക്കറാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഷെയറായിട്ട് 4 സെൻറ്റ് ഉണ്ട്. അല്ലാണ്ട് ആ വില്ലിരിക്കുന്ന പ്രോപ്പർട്ടി മാത്രം 6 സെൻറ്റ് ഉണ്ട്. കണ്ട ഭയങ്കര വീതിയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ വെള്ളം അധികം പൊങ്ങൂല. കാരണം വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇത് കൂടുതലായതുകൊണ്ടേ വെള്ളം അങ്ങനെ, കാരണം ഒരു തടച്ചിൽ വന്നാലേ വെള്ളം പൊങ്ങുള്ളൂ എല്ലായിടത്തും. ഇവിടെ തടയണ ഒരു ഇതുമില്ല. കാരണം അത്രയും വീതിയുള്ള കാരണം വെള്ളം അപ്പം തന്നെ പോവുകയും ചെയ്യും. ഇവിടെ ചെറുതായിട്ട് കയറിയും ഉള്ളു. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ മാർക്കിങ് ഉണ്ട്. അപ്പം ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൊരു വില്ലയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാമോ അത്. വൈകുന്നേരമൊക്കെ ഇതിൽ നടക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതെല്ലാം വിറ്റ് പോയതാണ്ടാ. ഇനി ഒരെണ്ണം പോലെ ഇപ്പം ഇവർ മാത്രമാണ് ഇത് രണ്ടാമത് വെക്കണത്. ഇവർ വാങ്ങിച്ചിട്ട് ഇപ്പം 5 വർഷം ആയതാണ്. 5 വർഷം പഴക്കമുള്ളതാണാവില്ല. പക്ഷേ ഇപ്പം 45 ലക്ഷം രൂപ കൊടുത്ത് ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം 2 ദിവസമുള്ളിൽ കഴിഞ്ഞിട്ട്. കണ്ട ജിമ്മുണ്ട് ഇവിടെ നമുക്ക്. കണ്ട മൾട്ടി ജിമ്മാണ്. അപ്പോൾ രാവിലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണവർക്ക് വളരെ ഉപകാരമാണിത്. കണ്ട എല്ലാ സൗകര്യമുള്ളൊരു ജിമ്മ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്കത് കോർട്ടും ഷട്ടിൽ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതേ കണ്ടില്ലേ, ഇവിടെ കളിക്കുക. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ചെറുതും കൂടി ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കയറിയില്ല. കണ്ടോ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു കോർട്ടും കൂടി ഉണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ താഴെ ഹോം തിയേറ്റർ ഉണ്ട്. അത് നമുക്ക് പ്രൈവറ്റായിട്ട് സിനിമ കാണാനുള്ള ഇതുണ്ട്. എന്താ ഒരു ലുക്കെന്ന് നോക്കിയാൽ പുറത്തോട്ട്. കാരണം അത് താഴത്തോട്ടിറങ്ങി നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ട ഇതിൻ്റെ ആ റൗണ്ട് കണ്ട വില്ലയിലോട്ടുള്ള എൻട്രി വരുന്ന സ്ഥലമാണത്. ഇവിടെ നിങ്ങൾ വന്ന് കാണണം, എന്നാലേ ഇതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാവരും മനസ്സിലാവുള്ളൂ. എന്താ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് ഇതിനകത്ത്.
അപ്പോൾ ഈ നീന്തലിന് അത്രയും വലിയ എക്സസൈസ് വേറെ ഒന്നുമില്ല. രാവിലെ തന്നെ ഒരു 10 മിനിറ്റ് നീന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എക്സസൈസും ആയെന്നുള്ളതാണ്. കൈയും കാലും എല്ലാം വർക്ക് ചെയ്യണ കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഏരിയയാണ് നേരെ കാണുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാനും ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള അവിടെ നീന്തിക്കേണ്ടി വരുന്നത് ചുമ്മാ ഒന്ന് നല്ല വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിലുള്ള ഒരു ഏരിയയാണിത്. ഇപ്പോൾ ഇവിടെ എല്ലാവരെയൊക്കെ വിളിച്ച് എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നടത്താം, അതിനുള്ളൊരു സ്പേസാണ്. അല്ലാണ്ട് ഇതേ ഒരു പ്രൈവറ്റ് തിയേറ്റർ, നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് സിനിമ കാണാം. വേണ്ട എന്താ ഒരു ഫെസിലിറ്റി നോക്കി. അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു വില്ല പ്രൊജക്റ്റാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ആലുവ UC കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ വില്ലക്ക് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2,75,00,000 രൂപയാണ്. പക്ഷെ അത് നെഗോഷ്യബിളാണ്. അത് ഓണറോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ